നാലാമത്തെ മോഡ്യൂളിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഇലക്ട്രിക്കൽ എസ്റ്റിമേറ്റ് ആൻഡ് കോസ്റ്റിംഗ്. എസ്റ്റിമേഷൻ ഓഫ് സബ്സ്റ്റേഷൻ എന്നാണ് ടെസ്റ്റ് മോഡ്യൂളിൻ്റെ പേര്. അതിൽ പക്ഷേ നമ്മൾ ഓവർ ഹെഡ് ലൈൻസിൻ്റെ കമ്പോണൻസ് ആണ് നേരത്തെ കണ്ടത്. അപ്പോൾ ടുഡേ ടോപ്പിക് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് എസ്റ്റിമേഷൻ ഓഫ് സിംഗിൾ ഫേസ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ, രണ്ടാമതായിട്ട് എസ്റ്റിമേഷൻ ഓഫ് എ 3 ഫേസ് 11 kV 400 watt overhead line. അതിൽ ആദ്യത്തേത് എസ്റ്റിമേഷൻ ഓഫ് സിംഗിൾ ഫേസ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ. There is a small single phase load like house, street light, etc. Then it is necessary to extend single phase distribution line. Only phase and neutral wire will be drawn over the pole and through underground cable. രണ്ട് രീതിയിലും ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്നിവിടെ കാണുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞതും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതായത് എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഫോർ എക്സ്റ്റെൻഡിങ് എ സിംഗിൾ ഫേസ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഓഫ് 230 ഓവർ എ ഡിസ്റ്റൻസ് ഓഫ് 500 meters using 9 meter PSCC pole, take span 100 meter, 7 bar 2.59 ACC conductor. അതിന് പ്രത്യേകത അതാണ്. എല്ലാം ഒരുവിധം വാല്യൂസൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പം നമ്പർ ഓഫ് പോളും നമ്പർ ഓഫ് സ്പാനും ഇവിടെ ഈക്വലാണ്. അതുകൊണ്ട് തന്നെ 500 മീറ്റർ പോവാൻ 500 മീറ്ററിൻ്റെ ഇടയിൽ 100 മീറ്റർ കഴിയുമ്പോൾ ഓരോ പോസ്റ്റ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 500 മീറ്ററിന് 100 മീറ്ററിൻ്റെ ഇടയിൽ എന്ന് പറയുന്നത് 100 മീറ്റർ വിട്ട് എന്ന് പറയുമ്പോൾ 5 എണ്ണം. പിന്നീട് ഉള്ളത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ, പക്ഷേ ഇതിൽ വ്യത്യാസമുള്ളത് നമ്മൾ കുറച്ച് സാധനങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഞാൻ ആദ്യം കണ്ടുപിടിക്കുന്ന നമ്പർ ഓഫ് പോൾസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്, 2 മാർക്ക്. അടുത്തത് ലെന്ത് ഓഫ് കണ്ടക്ടർ. ലെന്ത് ഓഫ് കണ്ടക്ടർ എന്ന് പറയുന്നത് ഇവിടെ 2 കണ്ടക്ടറാണ്. അപ്പോൾ 2 × 500. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു കഴിഞ്ഞു, സാഗ് ആഡ് ചെയ്യണം 5%. അതുകൊണ്ട് 2 × 500 എന്ന് പറയുമ്പോൾ 1000 × 1.05. 5% എന്ന് പറഞ്ഞാൽ 1.05 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1050 1050. പിന്നെ പിൻ ഇൻസുലേറ്ററുകൾ ഫേസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ, ഫേസിനും ന്യൂട്രലിനും. അപ്പം 4 × 2 എന്താണ് ഈ 4 × 2 എന്ന് പറയുന്നത്? തുടക്കത്തിൽ ഒരെണ്ണത്തുമ്പോൾ തന്നെ ഉണ്ടാവുന്നതായിരിക്കും, എക്സ്റ്റെൻഡ് ചെയ്യല്ലേ. അപ്പോൾ പിന്നെ 4 പോളുമ്പോൾ 4 × 2 8. ഡിസ്ക് എന്ന് പറയുന്ന ഡിസ്ക് ടൈപ്പ് ഉപയോഗിക്കുന്നത് എൻഡിലായിരിക്കും. അപ്പോൾ 2 × 2 4 എണ്ണം. അപ്പോൾ തുടക്കത്തിലുള്ള സാധനത്തിന് എന്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും? ഡിസ്ക് ആക്കിയിട്ടുണ്ടാവും. അവസാനത്തിനും ഡിസ്ക് ആക്കിയിട്ടുണ്ടാവും. അതാണ് 2 × 2. ക്രോസ് ആംസ് എന്ന് പറയുന്നത് 6 എണ്ണം. അപ്പോൾ ഒന്നാമത്തേതിലും എന്തുണ്ടാവില്ല, എക്സിസ്റ്റ് ചെയ്യുന്നതിലും എന്തുണ്ടാവണമെന്നില്ല, ക്രോസ് ആം ഇല്ലാത്തത് കൊണ്ട് പുതിയൊരു ക്രോസ് ആം ഇട്ടിരിക്കുന്നു എന്നർത്ഥം. ചിത്രം കൂടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഓൾറെഡി ഒരു ലൈൻ ഹൊറിസോണ്ടലായി പോകുന്നു, 500 മീറ്റർ അവിടെ നിന്ന് ടേൺ ചെയ്ത് എന്ത് ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ എക്സിസ്റ്റിംഗ് ലൈനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ PCC പോള് 9 മീറ്റർ നീളമുള്ളത് എത്രണ്ണം വേണം? 5 എണ്ണം വേണം. എങ്ങനെ കണ്ടുപിടിച്ചു? 500 മീറ്ററിൽ ഇപ്പം 100 സ്പാൻ വെച്ച്. അടുത്തത് ACC കണ്ടക്ടറിൻ്റെ ലെന്ത് എത്ര വേണം? 1050. വിലയെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട്. 120 കിലോഗ്രാം. 2 മീറ്ററിന് 1 കിലോ എന്നാണ് കണക്ക്, ഓർത്തിരിക്കുക. 2 മീറ്ററിന് 1 കിലോ. 1 കിലോ ഉണ്ടെങ്കിൽ 2 മീറ്റർ വരെ വയർ ചെയ്യാവുന്നതാണ്. സാധാരണ അലുമിനിയം കണ്ടക്ടർ തൂക്കിയാണ് എടുക്കുക. പിൻ ഇൻസുലേറ്റർ എത്രണ്ണം വേണം? പിൻ ഇൻസുലേറ്റർ 8 എണ്ണം വേണം. ഡിസ്ക് ഇൻസുലേറ്റർ 4 എണ്ണം വേണം. ക്രോസ് ആം 6 എണ്ണം വേണം. അതിൻ്റെ ലെന്തൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. 1.52 മീറ്റർ, 75 mm, 37 mm. ഓക്കെ. എർത്ത് സെറ്റ് 6 എണ്ണം വേണം. അതെങ്ങനെ ഈ 6 എണ്ണത്തിൻ്റെ കണക്ക് വരണേ? എർത്ത് സെറ്റ് 6 എണ്ണം വേണം. എർത്ത് സെറ്റ് 6 എണ്ണം വേണം, 2 എണ്ണം മതി.
അത് ഓരോ 5 ബോൾ കഴിയുമ്പോഴുമാണ് ഒരു എർത്ത് സെറ്റ്. അപ്പോൾ തുടക്കത്തിൽ ഒരെണ്ണം ഇട്ടിട്ടുണ്ടാവും, ലാസ്റ്റ് ഒരെണ്ണം ഇട്ടിട്ടുണ്ടാവും പ്രാവശ്യം. ഓക്കെ, അത് കഴിഞ്ഞാൽ സ്റ്റേ സെറ്റ് എന്ന് പറയുന്നത് 3 4 കഴിയുമ്പോൾ ഒരെണ്ണം എന്നാണ്. 4 പോൾ കഴിയുമ്പോൾ സ്റ്റേ ചെയ്ത് ആ പോസ്റ്റിനെ സ്റ്റേ ചെയ്യണം. ഡേഞ്ചർ പ്ലേറ്റ് എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം ഉണ്ടാവും. ഡേഞ്ചർ പ്ലേറ്റ് 5 പോളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ 5 എണ്ണം. സിമൻറ്റ് 10 ബാഗ്, കോൺക്രീറ്റ് 10 ബാഗ്, 20 ബാഗ്. പിന്നെ സാൻഡ് എന്ന് പറയുന്നത് 2 ടണ്ണ്. ബൈൻഡിങ് വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ട് എൻ്റെ മുകളിൽ കയറി ക്ലാമ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചില ഭാഗങ്ങളെങ്കിലും എന്ത് ചെയ്ത് വയ്ക്കുക, മുള്ളുവേലി കെട്ടി വയ്ക്കുന്നതിനെയാണ് ബൈൻഡിങ് വയർ അലുമിനിയം. എം എസിൻ്റെ ഫ്ലാറ്റ് ക്രോസ് ആൻഡ് ഫിക്സിങ് ക്ലാമ്പ് എന്നൊക്കെ പറയാം, 6 mm. സിൽവറിൻ്റെ പെയിൻറ്റ് 10 ലിറ്റർ. നട്ട് ബോൾട്ട് 50 കിലോ. ലേബർ ചാർജ് 5000. എല്ലാം കൂടി 87,845 88,000 രൂപ വേണ്ടി വരും. നമ്മളിപ്പോൾ ഏകദേശം ഇതിനകത്ത് നമ്പർ ഓഫ് പോൾസ്, ലെന്ത് ഓഫ് കണ്ടക്ടർ, ഇൻസുലേറ്ററിൻ്റെ എണ്ണം, ക്രോസ് ആമിൻ്റെ എണ്ണം, സ്റ്റേ വയർ, എർത്ത് സെറ്റിൻ്റെ എണ്ണം, ഇതെല്ലാം കണ്ടുപിടിച്ചു. ഇതേപോലെ തന്നെ ഇപ്പോൾ സിംഗിൾ ഫേസ് ആണ് പോയത്. 3 ഫേസ് ആണ് എനിക്ക് നോക്കാം. 3 ഫേസ് എസ്റ്റിമേഷൻ ഓഫ് 3 ഫേസ് 11 kV 400 വോൾട്ട് ഓവർ ഹെഡ് ലൈനാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ചോദ്യം, പ്രിപ്പയർ ദി ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഓഫ് വേരിയസ് മെറ്റീരിയൽസ് ആൻഡ് ആക്സസറീസ് റിക്വയർഡ് per kilometer length of 11 kV line 7/2.59 ACSR conductor over PCC pole of 8 meter height of meter of height at 80 meter span. ഇപ്പോൾ എത്ര പോകണം? 1 കിലോമീറ്റർ വരിക്കണം, പെർ കിലോമീറ്റർ ആണ്. അപ്പോൾ ലെന്ത് ഓഫ് കണ്ടക്ടർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ എന്നാണ് 1000 മീറ്റർ. സ്പാൻ എന്ന് പറയുന്നത് 80. അങ്ങനെയാവുമ്പോൾ നമ്പർ ഓഫ് സ്പാൻ എന്ന് പറഞ്ഞാലും നമ്പർ ഓഫ് സ്പാൻ ആണ് കറക്റ്റായിട്ട് 1000/80. 12.5 അര പോസ്റ്റ് ഒന്നും ഇടാൻ കഴിയില്ല, അതുകൊണ്ട് 13 പോസ്റ്റ്. പക്ഷേ നമ്പർ ഓഫ് പോൾ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് അല്ലാത്തത് കൊണ്ട് എന്ത് വരും? +1 കൂടെ വരും, 14. മറ്റേത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോൾ കൂടെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് കൂട്ടാതിരുന്നത്. അപ്പം 14 എണ്ണം വന്നു. ഒന്ന് ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് പോൾസും നമ്പർ ഓഫ് സ്പാനും തമ്മിൽ വ്യത്യാസമുണ്ട്. കണ്ടക്ടർ എന്ന് പറയുന്നത് 3 ഫേസ് ആയതുകൊണ്ട് ഇതാണ്. ഒരു ട്രാൻസ്ഫോമറിനെ അടുത്ത ട്രാൻസ്ഫോമറിലേക്ക് ഒരു പുതിയ ട്രാൻസ്ഫോമർ വയ്ക്കാൻ വേണ്ടി, ട്രാൻസ്ഫോമർ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല, ട്രാൻസ്ഫോമർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എത്ര പോസ്റ്റ് ഇട്ടിരിക്കുന്നത്? 14 പോസ്റ്റ് കഴിഞ്ഞ ശേഷമാണ് പുതിയൊരു ഇത് വയ്ക്കുന്നത്. അപ്പം ലെന്ത് ഓഫ് ACSR കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ 3x1000 + 4% സാഗ്. അപ്പോൾ 3000 × 1.04 3120 3.12 കിലോമീറ്റർ. ഇൻസുലേറ്റർ എന്ന് പറയുന്നത് പിൻ ഇൻസുലേറ്ററുകൾ 3 പിൻ ഇൻസുലേറ്ററുകൾ എത്ര പോളിൽ? 12 പോളിൽ. തുടക്കത്തിൽ 2 സ്ഥലത്തും ഡിസ്ക് ഇൻസുലേറ്ററുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ 2x3 6 എണ്ണം. ക്രോസ് ആംസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഒരെണ്ണം കൂട്ടിയെടുത്തിരുന്നു, ഇപ്പോൾ അതില്ല, കാരണം എല്ലാം നമ്മൾ പുതുതായിട്ട് വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്രോസ് ആംസ് 14 എണ്ണം. ഇൻസുലേറ്ററിൻ്റെ ബ്രാക്കറ്റ് ടോപ്പ്, അതായത് ഇൻസുലേറ്റർ ഫിറ്റ് ചെയ്യാനുള്ള ക്ലാമ്പിങ് 14 എണ്ണം. അതേപോലെ തന്നെ മിസ്ലേനിയസ് ഐറ്റംസ്, അതായത് ക്രാഡിൽ ഗാർഡാണ് ഉപയോഗിക്കുന്നത്. ക്രാഡിൽ ഗാർഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ക്രാഡിൽ ഗാർഡ് 8 SWG മെയ്ഡ് ഓഫ് GSL ഗാൽവനൈസ്ഡ് സ്റ്റീൽ ലോ കാർബൺ അറ്റ് വൺ പ്ലേസ്. ഒരു സ്ഥലത്ത് അത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്, റോഡ് ക്രോസ് ചെയ്യാനോ കനാൽ ക്രോസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമായിരിക്കും. അപ്പോൾ അവിടെ 2x80 + 2x80 + 40 200 മീറ്ററാണ്. എന്തുള്ളത്? അതായത് ഒരൊറ്റ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഒരു പോൾ ടു അടുത്ത പോൾ വരെ എത്രയാണ്? 80 മീറ്ററാണ്. അതുകൊണ്ടാണ് 2 എന്ന് പറയുന്നത് എന്താണ്? 2 വയറുകളാണ്. 2x80 + 40
ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റേ സെറ്റ് എന്ന് പറയുന്നത് 4 ബോൾ കഴിയുമ്പോൾ ഒരെണ്ണം എന്നാണ്. അപ്പോൾ 4 × 4 16 ആണെങ്കിലും നമുക്ക് 14 ബോളാണുള്ളത്. പക്ഷേ എന്ത് ചെയ്യുന്നു, ഒന്നധികം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ 4 ബോൾ. എർത്ത് വയർ എന്ന് പറയുന്നത് 5 കഴിയുമ്പോഴാണ്, അതുകൊണ്ട് 3 എണ്ണം. 5 15 14 ബോളേ ഉള്ളൂ. ഒരെണ്ണം കൂടുതൽ എന്നുള്ള രീതിയിലാണ് 3 എണ്ണം ഉപയോഗിക്കുന്നത്. ഡേഞ്ചർ പ്ലേറ്റ് എത്ര പോസ്റ്റ് ഉണ്ട് അതിൻ്റെ മുകളിലല്ല. ബാർ ബെൻഡിങ് വയർ, ആൻറ്റി ക്ലംപിങ് ഡിവൈസ് എന്ന് പറയുന്നത് 15. കോസ്റ്റ് കാണാൻ പറഞ്ഞിട്ടില്ല, മെറ്റീരിയലിൻ്റെ എന്തേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതായത് സ്റ്റേ വയർ എവരി 4 പോൾ കഴിയുമ്പോഴും എർത്ത് വയർ എവരി 5 പോൾ കഴിയുമ്പോഴും ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൽ പി സി സി പോൾ 8 മീറ്റർ ലോങ്ങിൻ്റെ 14 എണ്ണം. ACSR കണ്ടക്ടർ 3.12 കിലോമീറ്റർ. പിൻ ഇൻസുലേറ്റർ 13, പിൻ ഇൻസുലേറ്റർ 36 എണ്ണം. ഡിസ്ക് ഇൻസുലേറ്റർ 6 എണ്ണം. ക്രോസ് ആം 14, പിന്നെ ബ്രാക്കറ്റ്സ് അതുപോലെ തന്നെ 14. എർത്ത് വയർ 1.04. ക്രാഡൽ ഗാർഡ് 1 എണ്ണം. എർത്ത് സെറ്റ് 3 എണ്ണം. സ്റ്റേ സെറ്റ് 4 എണ്ണം. ബാർ ബെഡ് വയർ 25 എണ്ണം. ലൈറ്റ്നിങ് അറസ്റ്റർ 6 എണ്ണം. 14-ൽ 6 എണ്ണത്തിന്മേലാണ് ലൈറ്റ്നിങ് അറസ്റ്റർ കൊടുത്തിരിക്കുന്നത്. നീ ബ്രാക്കറ്റ് സെറ്റ് 14 എണ്ണം. ഈ നീ ബ്രാക്കറ്റ് സെറ്റ് ക്രോസ് ആമിന് സപ്പോർട്ട് ചെയ്യാനുള്ള സാധനമാണ്. അതുപോലെ ഡേഞ്ചർ പ്ലേറ്റ് 14 എണ്ണം. ഡേഞ്ചർ പ്ലേറ്റ് 14 എണ്ണം. നട്ടും ബോൾട്ടും വലിയ സൈസിൽ 50 കിലോ. അതേപോലെ സിമെൻറ്റ് കോൺക്രീറ്റ് ആവശ്യത്തിന്. ബെൻഡിങ് വയർ ആവശ്യത്തിന്. ഫ്ലാറ്റ് ക്രോസ് ആമിൻ്റെ ക്ലാമ്പ് 16 എണ്ണം. പിന്നെ ഓരോ സ്റ്റേ സെറ്റിലും വരുന്ന തിമ്പിൾ, പെയിൻറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആവശ്യത്തിന്. അതുപോലെ തന്നെ സ്ക്രൂ, നെറ്റ്, ബോൾട്ട്, ബാക്കി വരുന്ന കാര്യങ്ങൾ 2 എണ്ണം. അതെന്തിനാണ് ഈ സ്ക്രൂ എന്ന് പറയുന്നത്? 1 at each end ഓഫ് എർത്ത് വയർ. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് എന്താണ്, കുറേയും കൂടെ എളുപ്പമാണ് മറ്റു മൊഡ്യൂളുകളെക്കാളും. കുറച്ച് സാധനങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. എന്തൊക്കെയാണ്? കണ്ടക്ടറിൻ്റെ ലെന്ത്, പോളുകളുടെ എണ്ണം, ഇൻസുലേറ്ററുകളുടെ എണ്ണം, ക്രോസ് ആമിൻ്റെ എണ്ണം, സ്റ്റേ വയർ സെറ്റിൻ്റെ എണ്ണം, എർത്ത് വയർ സെറ്റിൻ്റെ എണ്ണം, ബാർ ബെഡ് വയറിൻ്റെ എണ്ണം, അളവ്, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.